ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ കാർത്തിക മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ്. അതുമാത്രവുമല്ല, ചൊവ്വാഴ്ചയും ഷഷ്ടി തിഥിയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നൊരു ദിവസമാണ്. സാധാരണയായി നമ്മൾ കറുത്തപക്ഷത്തിൽ ഷഷ്ടിവ്രതം എടുക്കാറില്ല. പക്ഷേ ചൊവ്വായും ഷഷ്ടിയും ഒന്നിച്ചു വരുമ്പം തീർച്ചയായും അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ആഴ്ചകളിൽ ചൊവ്വ ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണ്, തിഥികളിൽ ഷഷ്ടിയും. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചു വരുന്ന ദിവസം നമുക്ക് ഭഗവാനെ എന്തായാലും പ്രാർത്ഥിക്കാതിരിക്കാൻ സാധിക്കില്ല. അന്നത്തെ ദിവസം തീർച്ചയായും നമ്മൾ ഭഗവാനെ വിളിക്കണം. കാർത്തിക മാസത്തിൽ പ്രത്യേകിച്ച് മുരുക ഭഗവാനെ പൂജിക്കുന്നത് നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ നേടിത്തരുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് 6 പ്രാവശ്യം ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. അതിന് മുൻപായിട്ട് എപ്പോഴാണ് നമ്മൾക്ക് ഈ പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇന്ന് പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥി ഇന്നത്തെ ദിവസം എന്താണ് ചൊല്ലേണ്ടുന്ന മന്ത്രമെന്നും പൂജിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കാണണം. പഞ്ചമി തിഥി അവസാനിക്കുന്നത് നാളെ ഉച്ചയോടു കൂടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഷഷ്ടി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് നാളെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 കൂടിയിട്ടാണ്. അവസാനിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:45. സോ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ നാളെ ചൊവ്വാഴ്ച വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെ വരുന്ന ചൊവ്വാഹോരയിൽ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ചൊവ്വാഹോര ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന വളരെ പെട്ടെന്ന് നമുക്ക് സാധിക്കാനായിട്ട് സാധിക്കും. തന്നെയുമല്ല, ഷഷ്ടിതി തുടങ്ങുന്നത് ഉച്ചയ്ക്ക് ശേഷമായതുകൊണ്ട് രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും ചൊവ്വാഹോര നമുക്ക് കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് നാളെ രാത്രിക്ക് വരുന്ന ചൊവ്വാഹോര സമയത്ത് ഈ ഒരു മന്ത്രം ചൊല്ലാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചൊല്ലാൻ സാധിക്കില്ലെങ്കിൽ നാളെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ശേഷം രാത്രി ഒരു 10:59 അതായത് ഒരു 11 മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. നാളെ നിങ്ങൾ ഏത് സമയത്താണ് ഈ ഒരു പൂജ ചെയ്യുന്നതെങ്കിലും ചെയ്യേണ്ടുന്ന കാര്യം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ചൊവ്വാഴ്ചയും ഷഷ്ടിതിഥിയും ഒന്നിച്ചാണ്. ഭഗവാന്റെ വിഗ്രഹം, വേലൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അഭിഷേകം ചെയ്യണം. അഭിഷേകം ചെയ്യാതെ നമ്മളതവിടെ വെച്ചിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഫലവും കിട്ടില്ല. അഭിഷേകമൊക്കെ ചെയ്ത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് അരളിപ്പൂക്കളോ റോസാപ്പൂക്കളോ താമരപ്പൂക്കളോ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന ചുമന്ന കളറിലെ പൂക്കൾ അത് സമർപ്പിക്കാം. ഇനി ചുമപ്പില്ലെങ്കിൽ കിട്ടുന്ന പൂക്കൾ എന്താണെങ്കിലും അത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിച്ചതിന് ശേഷം സാധാരണയായി ചൊവ്വാഴ്ച എല്ലാവരും ഭഗവാന് വെറ്റില ദീപം കൊളുത്താറുണ്ടാകും, അല്ലെങ്കിൽ പരിപ്പ് ദീപം കൊളുത്താറുണ്ടാകും. സോ നിങ്ങൾ എന്താണോ കൊളുത്തുന്നത് ആ ഒരു ദീപം മതിയാവും. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ദീപം കൊളുത്തണമെന്നുള്ള ആവശ്യമില്ല. ഇനി ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഭഗവാന് മുൻപിൽ ദീപം കൊളുത്താം. ഒന്നെന്ന് പറയുന്നത് ഒരു നെയ്ദീപം, അത് ഭഗവാന് മുൻപിൽ കൊളുത്തി വെക്കാവുന്നതാണ്. അങ്ങനെയല്ലെങ്കിൽ ഇത് കാർത്തിക മാസം ആയതുകൊണ്ടും കാർത്തിക മാസത്തെ അവസാനത്തെ ചൊവ്വാഴ്ച ആയതുകൊണ്ടും തിനമാവ് കൊണ്ടുള്ള ദീപം ഭഗവാന് മുൻപിൽ തെളിയിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. എങ്ങനെയാണ് തിനമാവ് കൊണ്ടുള്ള ദീപം കൊളുത്തേണ്ടതെന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. സോ തിനമാവ് കൊണ്ടുള്ള ദീപം കൊളുത്തുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, 2 തിനമാവ് ദീപം നമ്മൾ കൊളുത്തണം. ഒന്നായിട്ട് കൊളുത്തരുത്. ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിലോ വാഴയിലയിലോ വെച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നെയ്യൊഴിച്ച് ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ തിനമാവ് കൊണ്ടുള്ള ദീപം കൊളുത്തി ഭഗവാന് മുൻപിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങളുടെ കയ്യിൽ വേലുണ്ടെങ്കിൽ ആ വേലിന് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി അർച്ചന ചെയ്തുകൊണ്ട് പൂജിക്കാം. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ ഭഗവാന്റെ ഫോട്ടോയിൽ തീർച്ചയായിട്ടും വേലുണ്ടാവും. സോ ആ വേലിന് നിങ്ങൾ ഇന്ന് വരെ ആ വേലിനൊരു പൊട്ട് പോലും തൊടാത്തവരാണെങ്കിലും ഒരു ചെറിയ മഞ്ഞൾ കുങ്കുമം പൊട്ട് തൊടണം. അതിനുശേഷം 6 പൂക്കളുണ്ടെങ്കിൽ 6 പൂക്കൾ കയ്യിലെടുക്കുക. അതിപ്പം ഇതളുകളായാലും മതിയാവും. ഇനി പൂക്കളൊന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതിയാവും. എന്നിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി ഓരോ പൂക്കളായിട്ട് ആ ഭഗവാന്റെ വേലിന് അല്ലെങ്കിൽ ഫോട്ടോയിലുള്ള ആ വേലിന് നമ്മൾ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിൽ കാണണം. ഇനി ഫോട്ടോ ഇല്ല, വേലില്ല എന്ന് പറയുന്നവർ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ദീപം കൊളുത്തി വെച്ചിട്ട് ഭഗവാന്റെ വേല് നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ദീപത്തിന് പൂക്കൾ സമർപ്പിച്ചാൽ മതിയാവും. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങളുടെ ശ്രദ്ധയും ഭക്തിയും ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
ഞാൻ ഇതിന് മുൻപും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഭഗവാനെ വിളിക്കുമ്പം ആദ്യം അവിടെ എത്തുന്നത് ഭഗവാന്റെ വേലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ ആ ഒരു വേലിനെയാണ്. ഭക്തരുടെ വിഷമങ്ങളെ ഇല്ലാതാക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് സംരക്ഷണ കവചമാവാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഭഗവാന്റെ വേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും ഇതൊന്നുമില്ലെങ്കിലും ഒരു വേല് വാങ്ങിച്ചു വെച്ചാലും അത് ഭഗവാൻ തന്നെയാണ്. വേലും ഭഗവാനും രണ്ടല്ല, ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ എടുത്ത എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ മന്ത്രം ചൊല്ലാനായിട്ട് പോവുകയാണ്. ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ്: ഓം ഐം റീം വേൽ കാക്ക. ഓം ഐം റീം വേൽ കാക്ക. ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ ഒരു മന്ത്രം. ഒരുപാട് പേരത് ചൊല്ലിയിട്ടുമുണ്ട്, അവർക്കൊക്കെ അതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു മന്ത്രം 6 പ്രാവശ്യം മാത്രം നമ്മളിത് ചൊല്ലിയാൽ മതിയാകും. സ്കന്ദഷഷ്ഠി കവചത്തിൻ്റെ അർത്ഥം പറഞ്ഞു തന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ വേലെന്ന് പറയുന്നത് ഉദിച്ചു വരുന്ന സൂര്യനെ പോലെയാണ്, സ്വർണ്ണവർണ്ണമായി തിളങ്ങിയാണ് വരുന്നത്. സോ അതേ ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രം 6 പ്രാവശ്യം ജപിക്കാൻ വേണ്ടിയിട്ട്. മന്ത്രം 6 പ്രാവശ്യം ജപിച്ചതിന് ശേഷം സ്കന്ദഷഷ്ഠി കവചമോ വേൽമാറലോ ഭഗവാന്റെ സ്കന്ദഗുരു കവചമോ അങ്ങനെയല്ല, നിങ്ങൾ എന്ത് മന്ത്രങ്ങളെങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഭഗവാനും ജപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ജപിക്കാവുന്നതാണ്. അതെല്ലാം ജപിച്ചതിന് ശേഷം ഇനി ഇതൊന്നും ജപിക്കാത്തവരാണെങ്കിൽ ഈ ഒരു മന്ത്രം ചൊല്ലിയതിന് ശേഷം 108 പ്രാവശ്യമോ 21 പ്രാവശ്യമോ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം കൂടി ജപിക്കുന്നത് നല്ലതാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ജപിക്കാം. ജപിച്ചതിന് ശേഷം ധൂപ ദീപ ആരതി എടുക്കണം. ആരതിയൊക്കെ എടുത്തതിന് ശേഷം ഭഗവാന് നിവേദ്യം സമർപ്പിക്കണം. തേൻ സമർപ്പിച്ചാൽ മതിയാവും. അങ്ങനെയല്ലെങ്കിൽ പഞ്ചാമൃതം സമർപ്പിക്കാം. നിങ്ങൾക്ക് എളുപ്പമുള്ളത് എന്താണോ അത് ഭഗവാന് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിച്ചതിന് ശേഷം കർപ്പൂര ആരതിയും കൂടിയിട്ട് എടുക്കണം. കർപ്പൂര ആരതി എടുത്ത് ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വരുന്ന പുതിയ വർഷം എല്ലാ രീതിയിലും സന്തുഷ്ടമായിരിക്കാനും ഈ വർഷം നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ തടസ്സങ്ങൾ മാറ്റി നടത്തിത്തരാനുമൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കണം. അതുമാത്രവുമല്ല, ഭഗവാന്റെ ഒരു സംരക്ഷണം കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ദിവസവും 6 പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതുമാണ്. അതൊക്കെ നമുക്ക് നല്ല നല്ല ഫലങ്ങൾ തരും. സോ കഴിയുന്നതും എല്ലാവരും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണിത്. വെറും ഒരു 5 മിനിറ്റ് മാത്രമേ നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വേണ്ടതുള്ളൂ. സോ എല്ലാവരും ജപിക്കാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.